ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപ്പും പടവളങ്ങയും കൂടി ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു 2-3 സവാള ഇട്ട് നല്ല കട്ടിയിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഇടിച്ചമുളകും കൂടി ഇട്ട് അങ്ങോട്ട് ചതച്ച് ഇടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആക്കണ്ടേ, അതിന് വേണ്ടി ചേച്ചി സ്റ്റവ് ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്കിത് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. വലിയൊരു കടായിയാണ് ചേച്ചി വെച്ചേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചേച്ചി ഇപ്പം ഒരു 200 ഗ്രാം എണ്ണയോളമാണ് ചേച്ചി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എണ്ണയിടകത്ത് കിടന്ന് വാടേണ്ട സാധനമല്ലേ, അപ്പോൾ അത് കാരണം ചേച്ചി എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4-5 ചെറിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില ഒരു 3-4 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ചേച്ചി ഏത് കറി വെച്ചാലും വേപ്പില ചേച്ചിയുടെ ഇതാണ് വേണമെങ്കിൽ വേപ്പില ചേച്ചി ഇഷ്ടംപോലെ വേപ്പില ഇട്ട് ചേച്ചിക്ക് വേപ്പില എല്ലാത്തിനും വേപ്പില വേണം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി എടുത്ത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 പച്ചമുളക് ഇട്ട് 2ആയിട്ട് പുളന്ന് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കും. നമ്മൾ ചതച്ച് വെച്ചേക്കണം മുളകും സവോളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ചേച്ചി ഇപ്പോൾ സവോള എടുത്തുമ്പോൾ നിങ്ങൾക്ക് കൊച്ചുള്ളി എടുക്കാൻ കേട്ടോ. കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. കൊച്ചുള്ളിയാണ് നമ്മൾ ഉള്ളിയും മുളക് പൊടിച്ച് മെഴുക്ക് പുരട്ടനാണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾക്ക് വീട്ടിൽ ഇത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പടവളങ്ങയും പരിപ്പൊക്കെ എല്ലാവരും ഉലപ്പിയിട്ടുണ്ടാകും. പക്ഷെ ഞാനിത് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചേച്ചി ഒരു 3 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എണ്ണ ഇച്ചിരി കൂടുതൽ വേണമെന്ന് മാത്രം. വളരെ ടേസ്റ്റിയാണ്. അത് പടവളങ്ങയെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ചെമ്മീനിട്ട് വെക്കാനും പരിപ്പിട്ട് വെക്കാനൊക്കെ വളരെ ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് പടവളങ്ങ. നമ്മുടെ ഉള്ളി ചതച്ച് വെച്ച ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടാകും. ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ആ എണ്ണയിനകത്ത് കിടന്ന ആ മുളകൊക്കെ നല്ലോണം ഒന്ന് ഒഴിയണം. ആ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് മക്കളെ. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചേച്ചി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചേച്ചി ഇവിടെ 1 കിലോ പരിപ്പ് മേടിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വെന്ത് പോകരുത്. ഒന്നൊന്ന് നല്ലോണം ഒന്ന് ഒട്ടാനെ വളരെ ഈ രീതിയിൽ പരിപ്പ് ഇങ്ങനെ ഉലർന്ന് കിടക്കണം. കണ്ട പരിപ്പ് ഇങ്ങനെ വെന്ത് പോരും. ഒന്ന് പൊട്ടാൻ മാത്രമേ പാടുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. കണ്ട ചേച്ചി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയിടകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ പടവളങ്ങ ഇട്ട് കൊടുക്കുക. ഇത് കണ്ട നല്ല ഫ്രഷ് നല്ല പച്ച പടവളങ്ങയാണ്. അതേ ചേച്ചി എപ്പോഴും പറയുന്നത് പോലെ ഒരുമിച്ച് അങ്ങോട്ട് ഇടുന്നില്ല. കുറേശ്ശെ നമ്മുടെ പടവളങ്ങ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി മറിക്കാനൊക്കെയാണ്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ്. ബാക്കിയുള്ള പടവളങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി നമുക്കൊന്ന് മൂടി വെക്കാം. പടവളങ്ങ ഇവിടെ ഇരുന്നിട്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. എണ്ണയുടെ അകത്ത് ഇരുന്നിട്ട് ഈ പടവളങ്ങ നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ചേച്ചി ഒരു മൂടി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ പടവളങ്ങയൊക്കെ നല്ലോണം ഒന്ന് ആവിയിൽ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മളൊരു തുള്ളി വെള്ളയില്ലാതെ എണ്ണയുടെ അകത്ത് വാട്ടിയ സാധനം. അപ്പോൾ അത് ഈ ഇപ്പോഴുള്ള പച്ചക്കറിയൊക്കെ ജലാംശമൊക്കെയുള്ള പച്ചക്കറിയൊക്കെയാണല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് ഇടേണ്ടത് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയുള്ള കാര്യം പെട്ടെന്ന് തയ്യാറാക്കിയില്ലേ ചേച്ചി. ഇതിന് വലിയ പണിയൊന്നുമില്ല മക്കളെ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് സ്റ്റൗ ഓഫാക്കി വെക്കാം.
ചേച്ചി സ്റ്റവ് ഓഫാക്കി പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നല്ല ഉഷാറ് വീഡിയോയുമായി വരും കേട്ടോ ചേച്ചി. ബൈ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ഉഷാറ് വീഡിയോയുമായി കാണാം. ബൈ.